ഭാർഗവി, രാവിലെ നീ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഉള്ളിലെ ദേഷ്യവും സങ്കടമൊക്കെ ഒഴിഞ്ഞില്ലേ? ഇനി അകത്തേക്ക് വരാൻ പാടില്ലേ? ഇത് നിന്റെയും കൂടി വീടല്ലേ? സ്വന്തം വീട്ടിൽ കയറാൻ ഇത്രയും ആലോചിക്കണോ? കയറി വാ ഭാർഗവി. എന്താ ഭാർഗവി? ഇതിപ്പോ എന്റെ സ്വന്തം വീടായിട്ട് തോന്നുന്നില്ല പ്രഭുകുഞ്ഞെ. എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലം, ഒരു കെട്ടിടം, അങ്ങനെ മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. പ്രഭകുഞ്ഞ് എന്നോട് ക്ഷമിക്കണം. ഭാർഗവി, നിനക്ക് നിന്റെ പ്രഭകുഞ്ഞിനെ അറിയാലോ. ജീവിതത്തിൽ ആരോടും ഒരു കാര്യത്തിനും അപേക്ഷിച്ചിട്ടില്ല, അടിയറോ പറഞ്ഞിട്ടില്ല, ഒരു ക്ഷമ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ നിന്നോട് ക്ഷമ പറയാൻ എനിക്ക് ഒരു മടിയും തോന്നുന്നില്ല. ഞാൻ ദാ ഇപ്പോ വീണ്ടും നിന്നോട് ക്ഷമ പറയാ. അയ്യോ, കുഞ്ഞെന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് വിഷമം തോന്നും. മുരളിയും ഗൗരിയും പറയുന്ന പോലെയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ കുഞ്ഞെ, അനുഭവിച്ചതൊക്കെ അവരല്ലേ. ഞാൻ അവിടെ വീട്ടിൽ വരാം, അവരോട് ക്ഷമ പറയാം. ക്ഷമ പറച്ചിലുകൊണ്ടൊന്നും അവരുടെ മുറിവ് കരിയില്ല കുഞ്ഞെ. ഗൗരിക്ക് ചിലപ്പോ മരണം വരെ ഈ ദുഃഖമായിരിക്കും മനസ്സില്. ഭാർഗവി, ഗൗരിക്ക് സംഭവിച്ച നഷ്ടത്തിന് ഞാനൊരു തുക കൊടുക്കാന്ന് പറയ, ഒരു നഷ്ടപരിഹാരം. പ്രഭകുഞ്ഞെ, കുഞ്ഞെന്തൊക്കെ ഈ പറയണത്? നഷ്ടപരിഹാരം കൊടുക്കാന്നോ? പണം കൊണ്ട് തീർക്കാൻ പറ്റോ കുഞ്ഞെ ഈ ദുഃഖം? ഭാർഗവി വിഷമിക്കണ്ട, നിങ്ങൾക്കൊരു സഹായമായിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞെന്നേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ഭാർഗവി വീട്ടിലേക്ക് വാ. മുരളിയോടും ഗൗരിയോടും ഞാനൊരു അഭിപ്രായം ചോദിക്കട്ടെ കുഞ്ഞെ? അവരുടെ മറുപടി അറിഞ്ഞ് എനിക്ക് എന്തെങ്കിലും തീരുമാനിക്കാൻ പറ്റൂ. അച്ഛാ, രജനീച്ചയുടെ കാര്യത്തില് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. ഗിരീഷേട്ടനും ചേച്ചിയും പരസ്പര ഇഷ്ടത്തിലാണെന്നും വിവാഹത്തിന് സമ്മതമാണെന്നും നമുക്കറിയാലോ. ഇനി കാര്യങ്ങൾ വൈകിപ്പിക്കണ്ട അച്ഛാ. സത്യത്തില് ഗിരീഷേട്ടൻ രജന ചേച്ചിക്ക് വേണ്ടി കാത്തിരിക്കല്ലേ. അച്ഛൻ അനുവദിച്ചു കഴിഞ്ഞ രജന ചേച്ചിയും ഗിരീഷേട്ടനും തമ്മിലുള്ള വിവാഹാലോചന ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവാ. പിന്നെ അച്ഛനറിയാലോ, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇനിയും ചേച്ചിക്ക് പുതിയൊരാലോചനയായിട്ട് അമ്മ വരുന്നതിന് മുമ്പ് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഈ വിവാഹം നടത്തിക്കൊടുക്കണം അച്ഛാ. ചേച്ചി പാവ, മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ ഒതുക്കി അങ്ങനെ ജീവിക്കുക. ചേച്ചിക്ക് സന്തോഷമുള്ള ഒരു കുടുംബജീവിതം വേണം അച്ഛാ. അച്ഛൻ്റെ ഒരു എസ് മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. രജനി, എന്താ അവിടെ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ. ഇവിടെ വാ. നീയും ദേവികയും ഇക്കാര്യം രജനിയോട് സംസാരിച്ചോ? ഇല്ലച്ചാ. ആ, ഞങ്ങളെ ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ പോവാ. നിന്റെ അഭിപ്രായം അറിയണം.
ചേച്ചിയോട് അതേപ്പറ്റി പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയല്ല, എല്ലാം അതിന്റെ രീതിക്ക് തന്നെ പോണം. ഇവിടെ വാ. നീയും ഗിരീഷും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ഒരു ആലോചന തുടങ്ങി വെക്കാൻ പോവാ. അതെ ചേച്ചി, ഞാനും ദേവിയും മുൻകൈ എടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാ. അമ്മയുടെ എതിർപ്പ് കാരണം അച്ഛന് ചിലപ്പോ നേരിട്ട് കൂടെ നിൽക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അച്ഛന് സപ്പോർട്ട് മതി. എടാ, അമ്മ ഇത് എളുപ്പത്തിൽ അംഗീകരിച്ചു തരില്ല. എനിക്ക് വേണ്ടി നിങ്ങൾ വല്ലാതെ വിഷമിക്കേണ്ടി വരും. എത്ര വിഷമിക്കേണ്ടി വന്നാലും ശരി, ഞങ്ങൾ ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. മുന്നോട്ട് കൊണ്ടുപോയി വിവാഹത്തിൽ അവസാനിപ്പിക്കും. അപ്പോ ഞാൻ പച്ചക്കൊടി വീശിയിരിക്കുന്നു. ഗോ അഹെഡ്. നന്ദു, നമ്മൾ വന്ന കാര്യം ഗിരീഷേട്ടാ, രജനിച്ചിട്ട കാര്യം ഔപചാരികമായിട്ടൊന്ന് സംസാരിക്കാനാ ഞാൻ ദേവിയും വന്നേ. രണ്ടുപേരുടെ മനസ്സിന്റെ അടുപ്പം എല്ലാവർക്കും അറിയാം. ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം അന്ന് വിവാഹം നടന്നില്ല. കാര്യങ്ങള് അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ വളരെ സന്തോഷത്തിലാ. രജനി എന്തു പറഞ്ഞു? രജനി ചേച്ചി ഇനി പ്രത്യേകിച്ച് പറയണോ ഗിരീഷേട്ടാ? ചേച്ചിയുടെ മനസ്സ് ഗിരീഷേട്ടന് അത്രയും വേറെ ആർക്കറിയാം. ചേച്ചി മറ്റൊരു കാര്യം പറഞ്ഞു. എന്താ? രജനി ചേച്ചിക്ക് ഇതിപ്പോ രണ്ടാം വിവാഹോ. ഇവിടെ വീട്ടില് അമ്മയ്ക്കൊക്കെ അംഗീകരിക്കാൻ പറ്റുമെന്നൊരു സംശയം. ഷെടാ, കെട്ടുന്നത് അവര് തമ്മിൽ, അഭിപ്രായം പറയേണ്ടതും അവര്. അതിന്റെ ഇടയിൽ അമ്മയെ പിടിച്ചിടുന്ന എന്തിനാ? പിന്നെ ഞാൻ എന്റെ അഭിപ്രായം പറയാം. പറയട്ടെ ഗിരി? അമ്മ പറയേ. ജീവിതമല്ലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതൊരു കുറ്റമൊന്നുമല്ല. ആദ്യ വിവാഹം ആ മോക്ക് ഇഷ്ടമില്ലാതല്ലേ നടത്തിയത്. അപ്പോ ഇനി നടക്കാൻ പോകുന്നതാണ് അതിന്റെ ഒന്നാം വിവാഹം. ഇഷ്ടത്തോടെ നടക്കാൻ പോകുന്ന വിവാഹം. കല്യാണ ചെറുക്കൻ എന്താ ആലോചിക്കുന്നത്? നിന്റെ അഭിപ്രായം പറ. അല്ല, നന്ദന്റെ അമ്മ എന്തോ പറയട്ടെ. ഞങ്ങൾ കൂടെയുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണ്. ഗിരിയേട്ടനും അമ്മയ്ക്കും താല്പര്യമാണെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. രജനി എനിക്ക് എന്നെ വിളിച്ചിറക്കി കൊണ്ടുവരായിരുന്നു. നന്ദനെ പോലെ അവളൊന്ന് ചിന്തിച്ചത് നിങ്ങളുടെ കുടുംബത്തെ പറ്റിയ. അമ്മയുടെ അനുവാദം വാങ്ങിച്ച് ഒരിക്കലും നടക്കില്ല എന്നായപ്പോ കൂടെ വരാനും തയ്യാറായി. പക്ഷേ പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം മതിയെന്ന് വെച്ചു. കാലങ്ങൾ കടന്നുപോയി. രജനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോ ഇനി എന്റെ അഭിപ്രായം എന്താന്ന് ഞാൻ പറയണ്ടല്ലോ.
ഞങ്ങൾക്ക് സന്തോഷമായി ഗിരീഷേട്ടാ. അപ്പൊ അവിടെ ആർക്കും ഒരു എതിരഭിപ്രായമില്ല. ഇല്ലച്ചാ, നമ്മളായിട്ട് കാര്യങ്ങൾ നീക്കിയാ മതി. അങ്ങനെ രജനി ചേച്ചിയുടെയും ഗിരീഷേട്ടന്റെയും കല്യാണകാര്യത്തിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കി. ദേവി മുൻകൈ എടുത്ത് ഇവിടെ വരെ കൊണ്ടെത്തിച്ചെന്ന് പറഞ്ഞാൽ മതി അച്ഛാ. ഇനിയാണ് രണ്ടാം ഘട്ടം. അമ്മ ഇതെങ്ങനെ അറിയിക്കും? ഇത് വെറുമൊരു രണ്ടാം ഘട്ടമല്ല. പ്രഭ കാര്യം അറിയുന്ന ഘട്ടം ആപൽഘട്ട. പ്രഭയെ എതിർത്ത് അവൾക്ക് നമ്മളോടൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിലും കൃത്യമായ സന്ദർഭത്തിലും വേണം ഇത് അവതരിപ്പിക്കാൻ. കൃത്യമായൊരു സന്ദർഭം എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. എന്താ അത്? അടുത്ത 15-ാം തീയതിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇല്ല. അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷിക ദിവസമാണ്. എല്ലാ പ്രാവശ്യവും വീട്ടിൽ ചെറിയൊരു ചടങ്ങ് മാത്രമായിരുന്നെങ്കിൽ ഇത്തവണ നമ്മളത് വിപുലമായിട്ട് ആഘോഷിക്കും. ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരും ഒക്കെ ക്ഷണിക്കണം. ഒരു കൊച്ചു ഫംഗ്ഷൻ. ആ ആഘോഷത്തിൽ വെച്ച് രജനീച്ചിയുടെയും ഗിരീഷേട്ടന്റെയും വിവാഹകാര്യം അച്ഛൻ അനൗൺസ് ചെയ്യണം. അമ്മയ്ക്ക് എതിർത്തൊന്നും പറയാനും പറ്റില്ല, എല്ലാരും അറിയുകയും ചെയ്യും. അത് സൂപ്പർ ഐഡിയ. ആ, രജനിയുടെയും ഗിരീഷിന്റെയും കാര്യം പ്രസന്റ് ചെയ്യാൻ ഏറ്റവും നല്ല സന്ദർഭം തന്നെയാണ്. പക്ഷെ നന്ദ, ഈ പറഞ്ഞ വാർഷികാഘോഷമൊന്നും വേണ്ട. അത് ശരിയാവില്ല. അത് വേണോ അച്ഛാ? ആ കാര്യത്തിൽ ഇനി മാറ്റമില്ല. എന്റെ വിവാഹക്കാരി അവിടെ നിൽക്കട്ടെ. നന്ദന്റെ ദേവികയുടെ കാര്യം അന്നത്തെ ആഘോഷത്തിൽ പറയണം. ഇവിടുത്തെ അന്തരീക്ഷത്തിന് ഒരു സന്തോഷം ഉണ്ടാക്കാൻ ഇങ്ങനൊരു ആഘോഷം വേണോ അച്ഛാ? അച്ഛന് നീണ്ട കാലത്ത് അസുഖം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുക. പിന്നെ അമ്മയുടെ മനസ്സിനും ഈ ആഘോഷം മാറ്റം ഉണ്ടാക്കുമെങ്കിലോ? അച്ഛന്റെ അമ്മയുടെയും ബന്ധത്തെ പുകഴ്ത്തി ഒരുപാട് പേര് സംസാരിക്കും. അതൊക്കെ അമ്മയെ ചെറുതായിട്ടൊന്ന് സ്വാധീനിച്ചാലോ? അച്ഛാ, അച്ഛാ, അച്ഛൻ നോന്ന് പറയണ്ട. അഥവാ നോന്ന് പറഞ്ഞാലും ഞങ്ങൾ അത് എസ്സാക്കി എടുത്ത് മുന്നോട്ട് പോവും. വിവാഹ വാർഷികം ഗംഭീരമായിട്ട് ആഘോഷിക്കണം. വിവാഹം കഴിച്ചിട്ട് ഇത്രയും നാളായില്ലേ, ഇനിയെങ്കിലും അതൊന്ന് ആഘോഷിക്കണം. ആരുടെ വിവാഹത്തെക്കുറിച്ചായി പറയുന്നത്? അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികം 15-ാം തീയതിയാ. അത് ആഘോഷിക്കുന്ന കാര്യം പറയായിരുന്നു. എല്ലാ തവണയും പോലെ വീട്ടിൽ ചെറുതായിട്ടൊരു ചടങ്ങല്ല, ഒരു ആഘോഷമായിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുക. സിദ്ധു സമ്മതിച്ചോ? ഇങ്ങനൊരു ചടങ്ങിന്റെ ആവശ്യം ഉണ്ടോന്ന് ഞാൻ ചോദിച്ചു. കുടുംബത്തിലെ എല്ലാവരും സന്തോഷത്തോടെയും പരസ്പരം മനസ്സിലാക്കിയും കഴിയുമ്പോഴല്ലേ ആഘോഷങ്ങൾക്ക് അർത്ഥമുള്ളൂ. അത് തന്നെയാ ഞാനും പറയുന്നത്. എന്നെ മനസ്സിലാക്കാത്ത കുറെ പേര് ചേർന്ന് ഇവിടെ ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നു. അതിന് നിന്നു തരാൻ എന്റെ മനസ്സ് ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല. അച്ഛന്റെ അമ്മയുടെയും ജന്മദിനവും വെഡിങ് ആനിവേഴ്സറിയും ഒക്കെ എങ്ങനെ ആഘോഷിക്കണമെന്ന് മക്കളാ തീരുമാനിക്കുന്നത്. അത് മക്കളുടെ അവകാശം കൂടിയാ. ഞങ്ങൾ തീരുമാനിച്ചു.
ഞങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികം ഇത്തവണ ഗംഭീരമായിട്ട് നടത്തും. ആഘോഷം കൊള്ളാലോ. ഇനി ഇതിന് പിറകിലും മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? മീരയുടെയും നന്ദന്റെയും വിവാഹകാര്യം പ്രഖ്യാപിക്കാനുള്ള ഏറ്റവും നല്ല മുഹൂർത്തം ഇവരായിട്ട് തന്നെ എനിക്ക് അവസരമൊരുക്കി തരികയാണ്. ആ എങ്കിൽ പിന്നെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം. ആ സിദ്ധു, ഈ ചടങ്ങ് ആദ്യം അറിയിക്കേണ്ടത് ബലരാമനെയാ. നമ്മുടെ വിവാഹ വാർഷികം ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് ബലരാമൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. ആ അത് ശരിയാ. ആ ഹലോ ബലരാമ, സുഖമായിട്ടിരിക്കുന്നോ? അവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? മീരയുടെയും നന്ദന്റെയും വിവാഹകാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നല്ലാതെ ഇതുവരെ ഒഫീഷ്യലാക്കിയിട്ടില്ല. ആ ഞാനത് അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. മീര ഇടയ്ക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് അത് ഡിലീറ്റ് ചെയ്തില്ല. അത് ഞാൻ തന്നെ പറഞ്ഞിട്ടാ. അനൗൺസ്മെന്റ് ഇങ്ങനെയല്ല വേണ്ടത്, ഗംഭീരമായിട്ട് വേണം എന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും നമ്മുടെ കുട്ടികളുടെ വിവാഹം ലോകത്തെ അറിയിക്കാൻ പറ്റിയ ഒരു അവസരം വന്നിട്ടുണ്ട്. എന്താ? എന്റെയും സിദ്ധുവിന്റെയും വിവാഹ വാർഷികം 15-ാം തീയതിയാ. അത് ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ ഇവിടെ എല്ലാവരും ചേർന്ന് തീരുമാനിച്ചിരിക്കുക. ആ ആഘോഷത്തിൽ വെച്ച് നമുക്ക് മീരയുടെയും നന്ദന്റെയും വിവാഹം ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യാം. അവരുടെ എൻഗേജ്മെന്റ് നടത്താം. റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ നടത്തിയിട്ട് നമുക്ക് വിപുലമായിട്ട് തന്നെ നടത്താം. ആ സിദ്ധുവിന് കൊടുക്കാം. ബാക്കി കാര്യങ്ങൾ നേരിട്ട് പറയാം. ദാ ഹലോ ബലരാമ, അപ്പോ ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. കുടുംബസമേതം 2 ദിവസം മുന്നേ എത്തണം. എത്തുമല്ലോ. അന്ന് വിവാഹ വാർഷികത്തോടൊപ്പം നമ്മുടെ കുട്ടികളുടെ എൻഗേജ്മെന്റ് ഉണ്ടല്ലോ. നന്ദന്റെ കാര്യം കുറച്ച് താമസിച്ചാലും സാരമില്ല ബലരാമ. പ്രഭ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട്. എന്താ? എന്റെ മൂത്ത മകൾ രജനിയുടെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാവണം. ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന് രജനിയുടെ വിവാഹവും അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്താ? രജനിയുടെ വിവാഹം ഒഫീഷ്യലായി അറിയിക്കുന്നു. അവളുടെ ആദ്യ വിവാഹത്തിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി, അതറിയാലോ. അത് കഴിഞ്ഞു. ഇപ്പൊ അവൾക്ക് ഏറ്റവും യോജിച്ച മിടുക്കനായ ഒരാൾ വന്നിട്ടുണ്ട്. ഈ വിവാഹ വാർഷികത്തിന് പ്രഭയും ഞാനും കൂടി ആ കല്യാണം ലോകത്തെ അറിയിക്കും. ഞാൻ ഇവളുടെ അമ്മയാ. എനിക്കറിയണം എന്റെ മകളെ ആരാ വിവാഹം കഴിക്കുന്നതെന്ന്. അതെന്റെ അവകാശം. ഈ അവകാശം അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. അച്ഛനെ ഒരാൾ അറിയാതെ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? എന്റെ അനുവാദം വാങ്ങിയിട്ടാണോ നന്ദന്റെ കാര്യം ബലരാമനോട് പറഞ്ഞത്? അതേ നാണയത്തിൽ തന്നെ ഞാനും തിരിച്ചടിച്ചു. സ്ത്രീ പുരുഷ തുല്യത ചില കാര്യങ്ങളിൽ മാത്രം പോരാ. സിദ്ധു നിൽക്ക്.
നന്ദൻ വിവാഹം ചെയ്യാൻ പോകുന്നത് മീരയാണെന്നറിയാലോ. രജനിയുടെ ഭർത്താവായിട്ട് വരുന്നത് ആരാണെന്ന് പറയൂ. ഏയ് ഒരു മിനിറ്റ്. താൻ പറഞ്ഞതിന്റെ ആദ്യ ഭാഗത്തെ സംബന്ധിച്ച് ഒരു വിശദീകരണം കിട്ടണം. നന്ദൻ വിവാഹം ചെയ്യാൻ പോകുന്നത് മീരയാണെന്ന് അറിയാലോന്നോ? അറിയില്ല. നന്ദൻ വീണ്ടും വിവാഹം ചെയ്യാൻ പോകുന്നേ ഞാൻ അറിഞ്ഞിട്ടില്ല. മോളെ നീ അറിഞ്ഞോ? നിങ്ങൾ ആരും അറിഞ്ഞു കാണില്ല. പക്ഷെ ദേ ഇവൾക്കറിയാം അത്. നന്ദൻ മീരയാണ് വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് ഇവൾക്ക് വ്യക്തമായിട്ട് അറിയാം. ആന്റി അങ്ങനെ ആഗ്രഹിക്കുന്നെന്ന് എനിക്കറിയാം. പക്ഷെ അത് നടക്കാത്ത ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ അതിന് വലിയ പ്രാധാന്യവും കൊടുക്കുന്നില്ല. നീ പ്രാധാന്യം കൊടുക്കണ്ട, പക്ഷെ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ഏത് കാര്യവും നേടാനും നടത്താനും എനിക്കറിയാം. ഇപ്പൊ എനിക്കറിയേണ്ടത് എന്റെ മോളുടെ കല്യാണക്കാര്യോ. ആരാ ഇവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് എനിക്കറിഞ്ഞേ പറ്റൂ. ഞാൻ പറയാം. മകളുടെ ഭർത്താവാൻ പോകുന്നവരെ കുറിച്ച് പെൺമക്കളുടെ അമ്മമാർക്ക് ചില സ്വപ്നങ്ങൾ കാണും. ഒന്നാമത്തേത്, മകളെ സ്നേഹിക്കുന്ന ആളായിരിക്കണം അവളുടെ ഭർത്താവ്. കുടുംബം നോക്കാൻ പ്രാപ്തി വേണം, വിദ്യാഭ്യാസം വേണം, കുടുംബവുമായിട്ട് സഹകരണം വേണം. മദ്യപാനം, പുകവലി ഇതൊന്നും പാടില്ല. കാര്യപ്രാപ്തി വേണം. ഭാര്യയും കുഞ്ഞുങ്ങളെയും പോറ്റാനുള്ള വരുമാനം ഉണ്ടാവണം. താനും തന്റെ മരുമകളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതുപോലത്തെ ഗുണങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. സന്തോഷിക്കു പ്രഭ. ഈ പറഞ്ഞ സവിശേഷതകളുള്ള ആളിനെ തന്നെയാ രജനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓ, ഇനി ആളിന്റെ പേര് കൂടിയല്ലേ പറയാനുള്ളൂ. അത് ഞാൻ പറയാം. ഗിരീഷല്ലേ? അതെ, ഗിരീഷ് എന്ന് തന്നെയാ. ഇതിലും നല്ലൊരാളെ ഭർത്താവായി കിട്ടില്ല. മനസ്സുകൊണ്ടും അവരടുത്തു കഴിഞ്ഞു. ആരാ അവരോട് പറഞ്ഞത് മനസ്സുകൊണ്ട് അടുക്കാൻ? ഞാൻ പറഞ്ഞോ? നിങ്ങളിത് എന്തിനുള്ള പുറപ്പാടാ? നന്ദ, നിന്നെ മാത്രം സ്വപ്നം കണ്ട് നിനക്ക് വേണ്ടി ജീവിക്കുന്ന പെണ്ണാ മീര. ജീവിതകാലം മുഴുവൻ അവള് സ്വപ്നം കണ്ട് കഴിയേണ്ടി വരും. എന്റെ സ്വപ്നവും ജീവിതവും എല്ലാം ദേ ഈ നിൽക്കുന്ന ദേവിയിലാണ്. വെറുതെ പാഴ്ക്കിനാവുകളുടെ പുറകെ പോയി ജീവിതം ഹോമിക്കണ്ടെന്ന് മീരയോട് പറയാമേ. നന്ദാ, നീ വേണ്ട, കുറെ കേട്ടതല്ലേ. എനിക്കിതിരി ജോലിയുണ്ട്. ദേവിക, നീ എങ്കിലും ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. എന്താ ആന്റി? എന്റെ മോന്റെ ജീവിതം നശിപ്പിക്കരുത്. മീരമോൾ ഇതൊക്കെ അറിയുമ്പോ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നും. ഒരു മിനിറ്റ് ആന്റി. അച്ഛൻ പറയുന്നത് അനുസരിക്കുന്ന നല്ല ഭാര്യയല്ലേ ആന്റി? നിനക്കെന്താ സംശയം? ചില കാര്യങ്ങളില് എനിക്ക് എന്റേതായ ശരികളുണ്ട്, തീരുമാനങ്ങളുണ്ട്. അപ്പൊ ആര് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. എന്നാ ഞാൻ അങ്ങനെയല്ല. എനിക്ക് എന്ത് ശരികളുണ്ടെങ്കിലും തീരുമാനം എന്റെ ഭർത്താവിന്റെ ശരികൾക്കൊപ്പോ. ആ ഭർത്താവ് ആന്റിയുടെ നന്ദൻമുൻ പറയുന്ന ശരികൾ തന്നെയാ എന്റേതും. മീരയല്ല എനിക്ക് പ്രധാനം. ഈ താലി കെട്ടിയ എന്റെ ഭർത്താവാ.